ഹലോ നമസ്കാരം. ഞാനൊരു ഓപ്ഷന് വന്നിരിക്കുന്നതാണ്. ഓപ്ഷൻ എന്ന് പറയുന്നത് ലേലം വിളിയാണ്. ഞാനൊരു ക്ലയൻറ്റിന് വേണ്ടിയാണ് ഈ ഓപ്ഷനിൽ പങ്കെടുക്കുന്നത്. ഓപ്ഷൻ്റെ കുറേ പ്രത്യേകതകളുണ്ട്. ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഓപ്ഷൻ്റെ ദിവസം ഒരുപാട് ആളുകൾ ഓപ്ഷന് വന്നില്ലെങ്കിൽ ഈ പ്രോപ്പർട്ടി നല്ല വിലക്കുറവിൽ നമുക്ക് കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട്. വേറൊരു പോസിബിലിറ്റി എന്ന് വെച്ചാൽ, കൂടുതലും ഓപ്ഷനിൽ നടക്കുന്നത് വലിയ വിലയിൽ ഈ പ്രോപ്പർട്ടി വിറ്റ് പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഒരുപാട് പേര് ഒരുമിച്ച് കൂടിയാണ് ലേലം വിളിക്കുന്നത്. അപ്പോൾ ഒരു അഭിമാനത്തിൻ്റെ പ്രശ്നമുണ്ട്, ഒരു വാശിയുടെ പ്രശ്നമുണ്ട്. അപ്പോൾ നല്ല വീടുകൾ എപ്പോഴും നല്ല വിലയ്ക്കാണ് ഓപ്ഷനിൽ പോവുക. അപ്പോൾ ഓപ്ഷൻ്റെ വിശേഷങ്ങൾ, ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് പറയാം. അപ്പോൾ ഉടനെ നമുക്ക് കാണാം. താങ്ക് യു. ഈ ഓപ്ഷൻ കണ്ടക്ട് ചെയ്യുന്ന ആളുടെ പേരാണ് ഓപ്ഷനർ. ഈ ഓപ്ഷന് റൂളുകളൊക്കെയാണ് പറയുന്നത്. കുറേ പേരോട് തടിച്ചു കൂടിയിട്ടുണ്ട്. എല്ലാവരും ഒരു നമ്പറാണ് ഉള്ളത്. ഓപ്ഷൻ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന നമ്പറാണിത്. ഏറ്റവും കൂടുതൽ ബിഡ് ചെയ്യുന്ന ആൾക്ക് ആണ് പ്രോപ്പർട്ടി കിട്ടുക. ഈ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ, പ്രോപ്പർട്ടിയുടെ അലൊക്കേഷൻ, എന്തുകൊണ്ട് ഈ പ്രോപ്പർട്ടി നല്ല പ്രോപ്പർട്ടിയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പുള്ളി പറയുന്നത്. ആളുകളിൽ പ്രോപ്പർട്ടിയുടെ ഒരു വാല്യൂ ഉണ്ടാക്കുകയാണ് പുള്ളി ഇപ്പോൾ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഇവിടെ ഇരിക്കുന്ന ആളുകളെല്ലാം പരസ്പരം മത്സരിപ്പിച്ച് നല്ലൊരു വിലയിൽ പ്രോപ്പർട്ടി വിൽക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. ഓപ്ഷനറിൻ്റെ കൂടെ സെയിൽസ് ഏജൻസ് ഉണ്ട്. അവരാണ് ആളുകളുടെ ഇടയിൽ പോയി അവരുടെ ബിഡ്, അവർ വിളിക്കുന്ന പ്രൈസ് ഇയാളോട് പറയുന്നത്. പക്ഷേ ഓപ്ഷൻ്റെ ഫുൾ നിയന്ത്രണം നടത്തുന്നത് ഓപ്ഷനറാണ്. Cars of accommodation with additional space here on the driveway. Buyers, it is certainly the perfect offering, ready for new ownership to move in and enjoy. Nothing left to do but to find out who our new owner will be. നമ്മുടെ കോടതിയിലെ ജഡ്ജിമാരെ ഒരു ഹാമർ കൊണ്ട് അടിച്ച് തീരുമാനം നടത്തുന്ന പോലെ ഇവിടെ കയ്യിലിരിക്കുന്ന ഹാമർ വെച്ചാണ് തീരുമാനം അറിയിക്കുന്ന അവസാനം. സോൾഡ് അണ്ടർ ദ ഹാമർ എന്ന് പറയാറുണ്ട്. ഇപ്പം പ്രൈസ് സ്റ്റാർട്ട് ചെയ്തത് 1.35 മില്യണിലാണ്, അല്ല സോറി 1.3 മില്യണിലാണ്. ഇത് ഓപ്ഷന് പകർത്താനുള്ള ഒരാളുണ്ട്, ക്യാമറാമാൻ. ഏജന്റുമാർ തിരക്ക് പിടിച്ചോടി നടക്കുന്നു. ഞാനിപ്പോൾ ഒന്ന് വിളിക്കാൻ നോക്കിയതാണ്. ഇപ്പോൾ 1.375 1.38 നോക്കിയപ്പോൾ 1.4 എങ്കിലും വേണമെന്ന് പറഞ്ഞു. അത് ഓപ്ഷനറിൻ്റെ ഒരു തന്ത്രമാണ്, വില കൂട്ടി വയ്ക്കാനുള്ള, അല്ലെങ്കിൽ കോമ്പറ്റീഷൻ കൂട്ടാനുള്ള. ഇവരിത് സ്ഥിരം ചെയ്യുന്നതുകൊണ്ട് ഒരു ഓപ്ഷനറി കഴിവ് പോലിരിക്കും ഒരു വീട് നല്ല വിലയിൽ പോകാൻ. കാരണം നല്ല പ്രൈസ് കിട്ടില്ലെങ്കിൽ പ്രോപ്പർട്ടി പോകുന്നുള്ളൊരു ഫീല് അവർക്ക് കൊടുക്കണം. സെയിൽസ് ഏജൻറ്റിൻ്റെ കമ്മീഷന് പുറമെ ഓപ്ഷൻ ചെയ്യുമ്പോൾ ഓപ്ഷനർക്ക് വേറൊരു പ്രൈസ് ഉണ്ട്, ഒരു പൈസ കൊടുക്കണം എന്നുള്ളത്. But $1,400,000 bids here now, buyers, and they need even $1,400,000 to our starter, another $25,000 if you'd like it, but a 1410. ഇപ്പം 1410 ആണ്. ഇപ്പോൾ ഏജന്റുമാർ ഓടി നടപ്പുണ്ട്. എൻ്റെ അടുത്തേക്ക് ഒരു ഏജന്റ് പോകുന്നത് 1420 ആക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യുന്നില്ല എന്ന്. അത് കഴിഞ്ഞ് ഒരു ഏജന്റിന് കോൾ വന്നു, ഓൺലൈനായിട്ട് ബിഡ് ചെയ്യുന്ന ആളുകളുടെ ഒരു പ്രൈസ്.
പക്ഷേ ആ പ്രൈസ് ഇപ്പോൾ വിളിച്ച പ്രൈസിനേക്കാളും താഴെയാണ്, അല്ലെങ്കിൽ ഇപ്പം അയാൾ പറഞ്ഞാനെ. വീണ്ടും ഓപ്ഷൻ കണ്ടിന്യൂ ചെയ്യാണ്. ഓപ്ഷൻ തൽക്കാലം നിർത്തി വെച്ചു ഇവിടെ, കാരണം മാക്സിമം കിട്ടിയിരിക്കുന്ന 1415 ആണ്. അപ്പോൾ അത് റിസർവ് പ്രൈസിനേക്കാളും താഴെ ആയതുകൊണ്ട് ഇവർ ഓണറോട് സംസാരിച്ചിട്ട് തീരുമാനം എടുക്കാൻ വേണ്ടി അകത്തേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം, ഒന്ന് വെയിറ്റ് ചെയ്യാം തൽക്കാലം. അപ്പോൾ ഓണറോട് സംസാരിച്ചിട്ട് അവർ തിരിച്ചു വന്നു. വീട് വിൽക്കാൻ തന്നെയാണ് തീരുമാനം. 1415നേക്കാളും ഏതെങ്കിലും കൂടിയ പ്രൈസ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് അത് കിട്ടിയില്ലെങ്കിൽ 1415 തന്നെ വീട് വിൽക്കുമെന്നാണ് പുള്ളി ഇപ്പോൾ പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. പറയുന്നുണ്ട് 1415. ഒന്നും കൂടി നാളുകളെ ഒന്ന് പിടിച്ചു നോക്കുകയാണ്, എന്തെങ്കിലും പ്രൈസ് കൂടുതൽ വരുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. സെക്കൻഡ് ടൈം എന്ന് പറഞ്ഞു, ഇപ്പം തേർഡ് ടൈം പറയാൻ തുടങ്ങുകയാണ്. അപ്പോഴേക്കും കച്ചവടമാവും. ഹാമർ അടിക്കാൻ പോവാണ്. ഉടനെ അടിക്കും. അവസാന സ്റ്റെപ്പാണ് നമ്മൾ വിൽക്കാൻ പോവാണ്. വിറ്റു. കൺഗ്രാജുലേഷൻസ് ടു ദ വിന്നേഴ്സ്.